ഇത് രണ്ടും വ്യത്യസ്തമാവും. ഇതിപ്പോൾ ഒരേ കാരണം കൊണ്ടാവില്ല അമരമ്പലത്തും പിന്നെ ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റി. പോത്തുകല്ല് എന്ന് പറഞ്ഞത് അങ്ങനെ ഇടതുപക്ഷത്തിനൊരു വലിയ കോട്ടയൊന്നുമില്ല. ഇടതുപക്ഷത്തിൻ്റെ വല്ലാതെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമരമ്പലത്തും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളുണ്ടോ ഈ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരാം. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ വളരെ ഗൗരവതരമായി പാർട്ടി അത് പരിശോധിക്കും തിരിച്ചും. നമുക്കുള്ളതൊരു പാടാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പും ജയിച്ചാലും തോറ്റാലും ഒക്കെ അതൊരു പാടാണ്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തേണ്ടതും തിരുത്തി പാർട്ടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പും കൂടിയാണ് തോറ്റെങ്കിലും വലിയ. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ശിഥിലമായി കിടക്കുന്ന ഒരു രീതിയാണ് ആകെ കിടന്നിരുന്നത്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നിപ്പം ഇന്നലെ സ്വരാജൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ സർക്കാരിനെ കുറിച്ച് പറയുന്നത്? ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളോട് ചെയ്ത തെറ്റ്? ആ തെറ്റെന്താണെന്ന് പറഞ്ഞാലല്ലേ നമുക്കത് സംബന്ധിച്ച് വിശദീകരിക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ വീടുകളിൽ പോയിട്ടുള്ള ആളുകളാണ്, അവിടുത്തെ വോട്ടർമാരെ കണ്ടിട്ടുള്ളത്. ഒരാൾ പോലും ഗവൺമെന്റിനെ കുറിച്ചൊരു വിമർശനം. പിന്നെ വേറെ ചില സ്വാധീനങ്ങളുണ്ട്. നമ്മളെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒരു ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല വോട്ടർമാരെ സ്വാധീനിക്കുക, വേറെ ചില പിന്നെ അതിൻ്റെ എന്താ പറയുക ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് പുറത്ത്. അത് ഘടകങ്ങൾ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ഗവൺമെന്റ് എന്താ ചെയ്ത് ഇപ്പോൾ സ്കൂളുകൾ നന്നാക്കിയ തെറ്റാണ്. അല്ലെങ്കിൽ സ്വരാജിൻ്റെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആതുരാലയങ്ങൾ നന്നാക്കിയ തെറ്റാണ്, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നത് ഇതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ്? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിലും സർക്കാരിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവർത്തനം തടസ്സമുണ്ടോ? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ നിരാശപ്പെടുത്തുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. ചിലത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണല്ലോ. കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിന്റെ എല്ലാ മേഖലകളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, മലയോര മേഖലയിൽ ഇനിയും എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാർ ആലോചിക്കും. അതിനൊന്നും മുഖ്യമന്ത്രി തന്നെ പൊതുയോഗങ്ങളിൽ പറഞ്ഞ എന്താ, കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇതാണ്, ഇന്ന നിലപാടാണ്, ഇത് ജനവിരുദ്ധ നിലപാടാണ്. പക്ഷെ ആ നിലപാടുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ഉചിതമായി തീരുമാനമെടുക്കും. ഇത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും മലയോര മേഖലയിലെ ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം മാത്രമല്ല, കേരളത്തിനകത്ത് ഉടനുകളുണ്ട്, വലിയ വനമേഖലയും നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും? 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സംസ്ഥാന സർക്കാർ പരിശോധിക്കും. അതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതും കൂടി പരിശോധിച്ചിട്ട് വെച്ചിട്ട് കാര്യങ്ങൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. വിജയേട്ടൻ പറഞ്ഞത് മാത്രമല്ലല്ലോ, നമുക്ക് നാടിനൊന്നായി ജമാഅത്തെ ഇസ്ലാമിനെ അംഗീകരിച്ച് അതിനെ സാധൂകരിച്ച ഒരു രാഷ്ട്രീയ നേതാവല്ലേ, അതിന്റെ രാഷ്ട്രീയ ഘടകല്ലേ ഇന്ത്യയൊക്കെ. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം. എത്ര കാലം എന്താ ന്യായം അതിനൊക്കെ പറയാം? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ വർഗീയവാദികളുടെയും വോട്ട് വാങ്ങുന്നുണ്ട്. ഒരു വർഗീയവാദികളുടെ മാത്രമല്ല. ബി ജെ പിന്റെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതെന്താ, ഞങ്ങളുടെ വോട്ട് ചോർന്നിരിക്കാം. 10,17,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി കഴിഞ്ഞ ബി ജെ പിയാണ്. ഇപ്പം അത്ര കിട്ടിയത് 8,000 സംതിങ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയെന്ന് എനിക്കറിയില്ല, എൻ്റെ വ്യക്തമായ കണക്കെൻ്റെ കയ്യിലില്ല. പക്ഷേ വോട്ടെല്ലാം ഏത് വർഗീയവാദം ഞങ്ങൾ തിരുത്ത നിലപാടെന്താ, ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. UDF എടുത്ത നിലപാടെന്താ, എല്ലാ വർഗീയവാദികളും ഞങ്ങളിലേക്ക് വരും. ഇതല്ലേ അവരുടെ നിലപാട്. രണ്ടും വ്യത്യസ്തമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. നമ്മളോരോ മനുഷ്യനായി നിലനിൽക്കണം എന്നുള്ളതിന്റെ സമരമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ല വലതുപക്ഷത്തിന്റെ. എല്ലാ തീവ്രവാദികളെയും ഒരുമിപ്പിച്ച് നിർത്തി ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഇനി കഴിഞ്ഞ 9 കൊല്ലം ഭരണത്തിന് പുറത്താണ്, ഇനി എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറി അതിനെന്തൊക്കെ വിക്രിയകളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ ജയിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള റീൽസുകളൊന്നും വെച്ച് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം വെച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർ PC വിഷ്ണുനാഥ് ഒന്നിടുമ്പോൾ മറ്റേ ഷാഫി പറമ്പ് ഇവരൊക്കെ ഒരു ക്യാമറ സെറ്റുമായിട്ട് നടക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. എന്നിട്ട് അതിന് ബാഹ്യ രൂപത്തിൽ പർവ്വതീകരിക്കുകയാണ്. ഞാനിപ്പോൾ കണ്ട റീൽസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും അതൊക്കെ ഉണ്ടാക്കുന്ന ഉൾപ്പിരിവുകളുണ്ട്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും, അതിലൊന്നും സംശയമില്ല.
അവരൊക്കെ നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനാണ്. ഞങ്ങൾ അതിനല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രാധാന്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് അതിലെ പ്രത്യേകത. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.